കൊമ്പങ്കാട്ടിലെ ചെറിയ കുട്ടി സംസാരിക്കട്ടെ ആദ്യം, അതല്ലേ? ഇപ്പച്ചി പിന്നെ സംസാരിക്കാം, അതാണല്ലേ? അസ്സലാമലൈക്കും, നമസ്കാരം, ഗുഡ് ഈവനിങ്, മാന്യ സദസ്സിന് വന്ദനം. ഞാനങ്ങനെ പഠിച്ചത്. ഏതായാലും ഈ ഒരു പ്രോഗ്രാമിന് വരാനും അതേപോലെ എൻ്റെ ഉപ്പച്ചി ഞാൻ അഭിനയിച്ച ആദ്യ പടമാണത് ഒരുമിച്ച്. കാരണം ആ ഒരു കാര്യത്തിൽ ഞങ്ങളേറെ സന്തോഷം അല്ലേ, അതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് നിങ്ങൾ അടി കൊള്ളണതും പറക്കണൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ. ഇന്നിപ്പോൾ ഞാനും മൂപ്പരും കൂടിയിട്ട് നല്ലൊരു സബ്ജക്റ്റും നല്ലൊരു നാട്ടുംപുറം സിനിമ ആയിട്ട് ബോളാഗോളം എന്നുള്ള സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചു. അതിൻ്റെ കാരണക്കാരൻ ഞങ്ങളല്ല, ഈ നിൽക്കണ നിങ്ങളെല്ലാവരുമാണ്. നിങ്ങൾ തന്ന സപ്പോർട്ട് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമയിലെത്താനും ഇതേപോലെ നിങ്ങളെ മുന്നിലൊക്കെ ഇങ്ങനെ വന്ന് ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിലൊക്കെ അതിൻ്റെയൊക്കെ സന്തോഷം എനിക്കുണ്ട്. ഇപ്പച്ചിക്കുണ്ടോ? ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് ഡെയിലി ഇതാണ് പരിപാടി, എന്നിട്ട് വെറുതെ ഓരോന്ന് പറയണേ. ഇത്രയും വലിയ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. താങ്ക് യു. അപ്പോൾ ഇത്ര ക്രൗഡ്, അതാണ് എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഏറ്റവും വലിയ റീൽസ് ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിലും ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ തന്നെയായിരുന്നു. അതിന് നല്ലൊരു ചാൻസ് തന്ന നമ്മളെ ഡയറക്ടർ സാറ് നന്ദി അല്ലേ, ഒരു നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു കയ്യടികൾ നമ്മളെ ജിനീസ്കാക്ക് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ അണിയറ പ്രവർത്തകർക്കും. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നമ്മൾ നേരത്തെ ശിക്കു പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടും നിങ്ങൾ ഓരോ ലൈക്ക് കൊണ്ടും ഓരോ വിരലിൻ്റെ അമർത്തൽ കൊണ്ടും മാത്രമാണ് ഇന്ന് ഈ സ്റ്റേജിലും ഞങ്ങൾ ആ സിനിമയിലൊക്കെ എത്താൻ കാരണം. അതിന് എല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല, മറക്കൂല ഒരിക്കലും. അപ്പോൾ വേറെന്താ ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ പേര് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചാൽ ഒറ്റൊരു കാര്യമുള്ളൂ, എന്താണ് കണ്ടോ കേട്ടങ്ങൾ, ഇത് ഒരു സിനിമൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ എനിക്ക് അടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. എന്തുണ്ട് വേണോ അടി വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. പടച്ച തമ്പുരാനെ, ഒരു കാര്യം ചെയ്യാ, ഈ വേദിയിൽ അടിക്കണോ പച്ചി പറ. അത് എന്താ സംഭവം? നമ്മൾ തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാരാണ്, ആണല്ലോ അല്ലേ? സത്യം, നമ്മൾ തല്ലിയിട്ട് ഫേമസ് ആയ മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് തല്ലില്ലാതെ ഒരു രക്ഷയില്ല. പടച്ചവനെ ഇവിടുന്ന് കൊയിഞ്ഞാടും, ഇങ്ങോട്ട് വലത്താട് നിൽക്ക്, ഓക്കെ അല്ലേ? ഏതായാലും ഞങ്ങൾ അടി തുടങ്ങണതിന് മുന്നേ വെറുതാണ്ട് എൻ്റെ പച്ചി തല്ലൂല, എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അടിക്കാന്നുള്ളതല്ലേ നമ്മളൊക്കെ ഒരു ഇത് അല്ലല്ലേ അല്ലേ? ആ അതാണ്. അപ്പോൾ അത് പറ്റൂല, കാരണം പച്ചിനെ തല്ലാൻ പറ്റൂല. ഏതായാലും ഇത്രയും എത്തിച്ചെന്നതിന് നിങ്ങളോട് ആദ്യം തന്നെ നന്ദി പറയണം. കാരണം നമ്മളൊക്കെ ഒരു സിനിമയിൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം സ്വപ്നം കണ്ട് നടന്നാണ്. ഞങ്ങൾ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും പലരും അല്ലേ കണ്ടിട്ടില്ലേ? അതിനൊക്കെ ആകെ പറയണ ഒരു ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയും സിനിമയിലെത്തണം. ആ കാര്യം കേട്ടിട്ട് ഇന്നൊരു നാട്ടുംപുറം സിനിമ ആയിട്ട് നല്ലൊരു ഫുട്ബോൾ ഈ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മലയാള സിനിമയിൽ ഒരു ബോളാഗോൾ എന്നുള്ളൊരു സിനിമ വരാനും അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കാനും ഞങ്ങളെ ഡയറക്ടറിന് അതായത് ജുനൈസ്കാക്ക് ഞങ്ങൾ വിളിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഏതായാലും നിങ്ങൾ എല്ലാവരും കനിഞ്ഞ പോലെ ഒരു അടി ഞാൻ വാങ്ങാൻ തയ്യാറാണ്. നല്ലൊരു കൈയടി എല്ലാവരും. താങ്ക് യു. എന്തായാലും ഫസ്റ്റ് പടമല്ല, മൂന്നാമത്തെ പടമാണ്. യെസ്, പറഞ്ഞു കൊടുത്തോളൂ, നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഇപ്പൊ ചെയ്യാം. പടത്തിന്റെ പേര് പറയണ്ട, അത് പറയണം. അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ മോശം, അത്രയും വലിയ സ്റ്റേജ് ഇട്ടിട്ടില്ലെങ്കിൽ അത് പറഞ്ഞില്ലേ എത്താണായി. ഇപ്പച്ചി അഭിനയിച്ച ആദ്യ പടത്തിന്റെ പേരാണ് പെണ്ണ് കേസ്. കണ്ടവരൊന്ന് കൈവെക്കോ? യെസ്, കുറച്ച് പേരുണ്ട്. അപ്പോ ആ പടത്തില് ശിക്കു അഭിനയിച്ച പടത്തിന്റെ പേര് ഡർബി. കണ്ടിട്ടുണ്ടോ? അപ്പോ അതേപോലെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ഒരു പടത്തിൽ അഭിനയിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാണ് ഞമ്മക്ക് ചാൻസ് തന്നത് ബോളാഗോൾ എന്നുള്ള സിനിമ. അപ്പൊ ഒരിക്കലും മറക്കൂല, നിങ്ങളെല്ലാരും കാണാ, നല്ല സംഭവങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ റിലീസ് നിങ്ങൾ കാത്തിക്കൂലേ? തീർച്ചയായിട്ടും ഇല്ലേ? അത് മതി, അത് കേട്ടാ മതി. ഹലോ അപ്പൊ ഒരു കാര്യം ചെയ്യാടി തുടങ്ങാം അല്ലേ? എന്താ ഊറ്റം, എന്തെങ്കിലും ചോദിക്കണ്ടോ? ഹലോ സൈനാത്തെ അത് വിളിച്ചറിയില്ല. സൈനനി ഓട്ടച്ചേരിപ്പ് മാത്രം കൊടുത്തിട്ടില്ല. ഇന്നത്തെ ദിവസം ഒരു തുണി മുപ്പായിട്ട് വന്നാ ഇങ്ങനെ നിന്നാ അടിമ തുടങ്ങിയാലോ? തുടങ്ങിയല്ലേ? കാരണം എന്താണോ, നിങ്ങള് കാത്തു നിൽക്കണ അനാൻസിയും ഷാഫിക്കൊല്ലൊക്കെ വരാൻ കിടക്കണോ. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈമില്ല, എല്ലാ ടൈമിലും എന്തെങ്കിലും ചെയ്തു പോവാ, അത്രേ ഉള്ളൂ.
അതിൽ ജാൻമണി എന്നുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ ഡയലോഗോട് കൂടിയിട്ട് ഒരു അടിയായാലോ? റെഡി അല്ലേ? റെഡി. യാരത് കൊമ്പങ്കാട് കോയ വാതിൽ തുറക്കേ. ഇന്നയ്ക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞ് വാതിൽ തുറക്കേ. ജുമാക്കോക്കാൻ നേരായി. ഉണ്ണക്കൊണ്ണ് ഒരത്തത്ത് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ അമ്മ കുറ്റിപ്പുണിയെ കുലിച്ച് വിചാരിച്ച് നടന്നിട്ടില്ല. പിന്നല്ലേ ഇത് എന്താ അത്ര? എനക്ക് പോണം. എനിക്ക് വീട്ടിൽ നിക്ക പറ്റില്ല. എനിക്ക് പോണം. ഇത് ബൈക്കോ ഒരു കുഴപ്പമില്ല. നല്ലൊരു കൈയുടെ അടിച്ചാണ്. അതാ അത്ര ആവശ്യമുള്ളൂ. അന്നത് പൊട്ടിച്ചണമെന്നുള്ളൂ. വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്തിൽ നിൽക്കുന്ന എന്താണ് ഒന്നുമില്ല. ഇവന് ഈ അടി കിട്ടിയാലേ സൗണ്ട് പോവും. തന്നെ സൗണ്ട് പോയി കഴിഞ്ഞാല് വേറെ പല ആൾക്കാരെ സൗണ്ടും വരും. ഒന്ന് ഹലോ പറഞ്ഞ. ഹലോ. കുറച്ചും കൂടെ എടുത്തുക്കുന്ന ഹലോ പറഞ്ഞ. ഹലോ. ബാസ് കൂട്ടി പറഞ്ഞ ഹലോ. ഒന്നുകൂടെ ഇട്ടാ ഹലോ. അതാണ് ഒരു സിനിമ നടന്ന സൗണ്ട് ഉണ്ടായിരുന്നു. ഉണ്ട്. ഒന്നുകൂടെ കൂട്ടി പറഞ്ഞ ഹലോ. ആ കുതിരവട്ടം പപ്പു. സത്യം കിട്ടും. പറഞ്ഞത് ഹലോ പറയേ. ദാസപ്പോ എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ. എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിൻ്റെ ബലം കൊണ്ടാ 4 തകിട് കുടിച്ചിട്ടുണ്ട്. എൻ്റെ തകിട് അത്ര മോശമല്ല. കൊല 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 കൊല. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഏതായാലും ഇപ്പോൾ ആ സൗണ്ട് വന്നോട് കൂടിയിട്ട് എനിക്ക് 2 സൗണ്ട് കൂടി എടുക്കാൻ ബോധ്യമുണ്ട്. ഇവരെ ഇഷ്ടപ്രകാരം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. ഓക്കെ. ഒരു കാത്ത് നിൽക്കല്ലേ? ആണോ? തീർച്ചയായിട്ടും. 2 ആൾക്കാരെ വോയിസും കൂടി എടുത്താലോ? റെഡി അല്ലേ? അപ്പോൾ നമ്മളെ തമിഴ് സിനിമയിൽ മൊട്ടക്കടിച്ച ഒരാളുണ്ട്. മൊട്ടക്കടിച്ച ആളല്ല, മൊട്ട രാജേന്ദ്രൻ. യെസ്, കറക്റ്റ്. വിജയന്റെ പടത്തിലൊക്കെ ഉള്ള ആ ചങ്ങായില്ലേ? തെരി സിനിമയിൽ മൊട്ട രാജേന്ദ്രന്റെ വോയിസ് ആയിട്ടാലോ? കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കും. നിങ്ങൾ ബാക്കിലുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും പ്ലീസ്. ഒന്ന് കൈയടിക്കുക എല്ലാവരും. അതാണ് ബാക്കിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ കണ്ണ് കാണാത്തോണ്ടെങ്കിൽ ഏറ്റുള്ളൂണ്ടേ. അപ്പൊ തമിഴ് സിനിമയിലെ വിജയന്റെ കൂടെ അഭിനയിച്ച തെരി സിനിമയിലെ മൊട്ട രാജേന്ദ്രൻ. റെഡി അല്ലേ? ஹாய் பேபி, என்னம்மா இப்படி பண்ணுங்களா? இந்த வீட்டுக்குள்ள உண்மையால பேய் இருக்கு பேபி. நீங்க ஜோசப் தானே கேட்டீங்க? அவர் ஜோசப் இல்லைங்க, நாங்கள் ஷாட்டோ விஜய் குமார் தான் கூப்பிடுவோம். சரி பேபி. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഏതായാലും സിനിമ എല്ലാവരും കാണണം. 2 ആളും കൂടി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതിലെന്തൊക്കെ ഉണ്ടാവുകയെന്ന്. അല്ലേ? അപ്പോൾ ഗോളോഗോളം സിനിമ റിലീസിൻ്റെ അന്ന് എല്ലാവരും പോയി കാണാം. ഇപ്പം ചുമോനും തകർത്തുണ്ടാവും. അത് മാത്രം പറയണുള്ളൂ. താങ്ക് യു.